രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ കുഞ്ഞു മക്കളെ, ഓടി വന്നേ. ഈശോയെ കുറിച്ച് കേൾക്കാനും ഈശോയെ ഒത്തിരി സ്നേഹിക്കാനും നമ്മൾ വീണ്ടും വന്നു ചേർന്നിരിക്കുകയാണല്ലേ. ഈശോയെ നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടോ? പരിശുദ്ധ അമ്മ നിങ്ങളുടെ കൂടെയില്ലേ? പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ഈശോയെ നമുക്ക് ഒരുപാട് സ്നേഹിക്കാം കേട്ടോ. മക്കളെ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. എല്ലാ മക്കളും ഒന്ന് കണ്ണുകളടച്ചേ, കൈകൾ കൂപ്പിക്കേ. നമ്മുടെ നല്ല ഈശോയോടൊന്ന് പ്രാർത്ഥിച്ചേ. നല്ല ഈശോയെ, ഞങ്ങൾ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. ഈശോയെ, നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ നല്ല മാതാവേ, ഞങ്ങളുടെ തൊട്ടരികിൽ വന്നിരുന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, പല വിചാരങ്ങൾ കൂടാതെ ഈ ക്ലാസ് ശ്രദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. മക്കളെ, സന്തോഷമല്ലേ എല്ലാവർക്കും? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കഴിഞ്ഞ ആഴ്ചയില് നമ്മള് വചനത്തിൽ ജീവിക്കുന്ന ഈശോയെ പരിചയപ്പെട്ടു അല്ലേ? വചനത്തിലൂടെ ജീവിക്കുന്ന, വചനത്തിലൂടെ നമ്മോട് കൂടെ ജീവിക്കുന്ന, കൂടെ ആയിരിക്കുന്ന നല്ല ഈശോയെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. ഈ ആഴ്ചയിൽ നമുക്ക് അപ്പത്തിൽ ജീവിക്കുന്ന ഈശോയെ കുറിച്ച് കാണാം കേട്ടോ. അപ്പത്തിലൂടെ ജീവിച്ച് നമ്മെ ഓരോരുത്തരെയും ഒരുപാട് സ്നേഹിക്കുന്ന, ഒത്തിരി നമ്മെ പരിപാലിക്കുന്ന ഈശോയെ നമുക്ക് ഈ ആഴ്ചയിൽ കാണാം. എല്ലാ മക്കളും റെഡിയാണോ? സന്തോഷത്തോടെ റെഡിയാണോ? ടെക്സ്റ്റ് ബുക്കും വിശുദ്ധ ഗ്രന്ഥവും ഒരു കുഞ്ഞു പേനയും നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഇല്ലേ? ഇല്ലാത്തവര് വേഗം പോയി എടുത്തിട്ട് വായോ കേട്ടോ. മക്കളെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊരു സംഭവകഥ കേട്ടായിരുന്നല്ലോ. എന്തായിരുന്നു അത്? തൊമ്മി കുഞ്ഞേ, എന്നായിരുന്നടാ അത്? കഴിഞ്ഞ ആഴ്ച നമ്മളൊരു കഥ കേട്ടായിരുന്നോ? ഒരു സംഭവ കഥ കേട്ടായിരുന്നോ? എന്തായിരുന്നു അത്? മിടുക്കൻ, ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥ അല്ലേ? എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാര് ഈശോ അവര് വിട്ടുപോയതിന്റെ വിഷമത്തില്, ഈശോ കൊല്ലപ്പെട്ടതിന്റെ വിഷമത്തില് എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാർ യാത്ര തിരിച്ചു. അവരൊത്തിരി സന്തോഷത്തോടെ ആയിരുന്നു പോയെ. ഒത്തിരി സന്തോഷമായിരുന്നു അവർക്ക്. അല്ലായിരുന്നു അല്ലേ? ഒത്തിരി വിഷമിച്ചു അവര് പോയത്. ഈശോയെ ഓർത്ത് ഒത്തിരി സങ്കടപ്പെട്ടിട്ട് അവര് പോയത്. അവരങ്ങനെ പോകുമ്പം ആരാ അവരുടെ അടുത്തേക്ക് വന്നത്? ഈശോ വന്നു അല്ലേ? ഈശോ വന്നു. പക്ഷെ ഈശോ വന്നത് അവർക്ക് മനസ്സിലായോ? ഇല്ല അല്ലേ? അത് ഈശോയാണ് ഞങ്ങളുടെ കൂടെ വന്നതെന്നും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് ഈശോയാണെന്നും ആ 2 പേർക്ക് മനസ്സിലായില്ല. ഇനി അവർക്ക് എപ്പോഴാണ് അത് ഈശോയാണെന്ന് മനസ്സിലായത്? എപ്പോഴാണ് അവർക്ക് മനസ്സിലായത്? അന്ന് വൈകുന്നേരം അത്താഴത്തിന്റെ സമയത്ത് 2 ശിഷ്യന്മാരും ഈശോയും മേശക്കരികിൽ വന്നിരുന്നപ്പോൾ ഈശോ എന്ത് ചെയ്തു? അപ്പം എടുത്ത് വാഴ്ത്തി ആശീർവദിച്ച് മുറിച്ച് ഈ 2 പേർക്ക് നൽകി. ആ 2 പേർക്കും നൽകിയപ്പോ അവർക്ക് മനസ്സിലായി, അയ്യോ ഇത് ഞങ്ങളുടെ ഈശോയാ. 3 വർഷം ഞങ്ങളെ പൊന്നുപോലെ നോക്കിയ, ഞങ്ങളെ പരിപാലിച്ച, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന ഞങ്ങളുടെ ഈശോയെ മുൻപിലിരിക്കുന്നേ അല്ലേ? അപ്പം എടുത്ത് വാഴ്ത്തിയപ്പോഴാണ് അവർക്ക് ആരെ മനസ്സിലായത്? ഈശോയെ മനസ്സിലായത്. അതിനുശേഷം സുവിശേഷകൻ എഴുതിയിരിക്കുന്ന ഒരു വാചകമുണ്ട് മക്കളെ, അവൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. ഈശോ അപ്പം എടുത്ത് ശിഷ്യന്മാർക്ക് മുറിച്ച് നൽകിയതിന് ശേഷം ഈശോ അപ്രത്യക്ഷനായി. മക്കളെ, വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ പറയും, ഈശോ അപ്രത്യക്ഷനായത് അപ്പത്തിലേക്കാ. അന്ന് ആ മേശയുടെ അരികിൽ നിന്നും ഈശോ അപ്രത്യക്ഷനായത് അപ്പത്തിലേക്കാണ്. മക്കളെ, ഈശോ അപ്പത്തിലാണ് ജീവിക്കുന്നത് കേട്ടോ. ആ അപ്പത്തിൽ ജീവിക്കുന്ന ഈശോയെ, അപ്പമായിട്ട് മാറിയ ഈശോയെ നാം തിരിച്ചറിയുന്നത് എപ്പോഴാണ് മക്കളെ? അത് പരിശുദ്ധ കുർബാനയിലാണ്. പരിശുദ്ധ കുർബാനയിൽ മാത്രമാണ് നമുക്ക് അപ്പത്തിൽ ജീവിക്കുന്ന ഈശോയെ തിരിച്ചറിയുവാനും, അപ്പത്തിലൂടെ ഇന്ന് നമ്മോട് ജീവിക്കുന്ന ഈശോയെ നമുക്ക് പൂർണ്ണമായിട്ടും അനുഭവിക്കുവാനും സാധിക്കുന്നത് പരിശുദ്ധ കുർബാനയിലൂടെ മാത്രമാണ്. മക്കളെ, മക്കൾക്കറിയാവോ, നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിൽ വളരെ ആഘോഷപൂർവമായിട്ട് തന്നെ അപ്പത്തിൽ ജീവിക്കുന്ന ഈശോയെ നമുക്ക് നൽകുന്നുണ്ട്. വളരെ ആഘോഷപൂർവമായിട്ട് തന്നെ വചനത്തിൽ ജീവിക്കുന്ന ഈശോയെയും നമുക്ക് പരിശുദ്ധ കുർബാനയിലൂടെ നൽകുന്നുണ്ട്. മക്കളെ, സാറൊരു കാര്യം പറയട്ടെ, വിശുദ്ധ കുർബാനയിൽ നമ്മൾ 2 രീതിയിൽ ഈശോയെ സ്വീകരിക്കുന്നു. 2 രീതിയിൽ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ നാം ഈശോയെ സ്വീകരിക്കുന്നുണ്ട്. 1, വചനത്തിന്റെ രൂപത്തിൽ നാം ഈശോയെ സ്വീകരിക്കുന്നു. 2, അപ്പത്തിന്റെ രൂപത്തിലും നാം ഈശോയെ സ്വീകരിക്കുന്നു. അത് എങ്ങനെയാന്ന് മക്കൾക്ക് അറിയണോ? സാറ് പറഞ്ഞു തരാം കേട്ടോ. മക്കളെ, പരിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗം മുഴുവനും വചനത്തിലൂടെ ഈശോയെ സ്വീകരിക്കുവാൻ നമ്മെ ഒരുക്കുന്നതാണ്.
സീറോ മലബാർ സഭയുടെ കുർബാന കർമ്മത്തിലെ ആദ്യ ഭാഗത്ത് വളരെ ആഘോഷപൂർവമായിട്ട് തന്നെ നാം വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. ഒത്തിരി ആഘോഷം, ഒത്തിരി പ്രാർത്ഥനകളിലൂടെയും സങ്കീർത്തനങ്ങളിലൂടെയും പാട്ടുപാടിയും ഒക്കെ നാം വചന ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്നുണ്ട് മക്കളെ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നും പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നും ലേഖനത്തിൽ നിന്നും സുവിശേഷത്തിൽ നിന്നും ഒക്കെയുള്ള വായനകൾ പരിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് നാം കേൾക്കുന്നുണ്ടല്ലേ. ഈ വായനകളൊക്കെ എങ്ങനെയാ ആരംഭിക്കുന്നത്? നല്ലൊരു പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നേ അല്ലേ. നല്ലവനായത് പിതാവേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ മധുര സ്വരം ശ്രവിക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പാകപ്പെടുത്തണമേ, ഒരുക്കണമേ, വിശദീകരിക്കണമേ പൊന്നു തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാം വചന ശുശ്രൂഷയിലേക്ക് കടക്കുന്നത്. ഓരോ വചനഭാഗം വായിക്കുന്നതിന് മുൻപും നാം ഭയഭക്തി ആദരവങ്ങളോടെ തമ്പുരാന് മുൻപിൽ കൈകൂപ്പി നിൽക്കും. കാരണം ഈ വചനം വായിക്കുന്നത് ആരാണ്? ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത് ആരാണ്? അത് ഈശോ തന്നെയാ, അത് ദൈവം തന്നെയാ. ഈ വചനം അയച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരുക്കിയതിന് ശേഷമാണ് അപ്പത്തിലൂടെയുള്ള ഈശോയെ നമുക്ക് സ്വീകരിക്കുവാനായിട്ടും അനുഭവിക്കുവാനായിട്ടും സാധിക്കുകയുള്ളൂ. മക്കളെ, അതുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് നമുക്ക് വൈകി വരാൻ പറ്റുമോ? സുവിശേഷ വായനയ്ക്ക് ശേഷം, അച്ഛന് പ്രസംഗത്തിനെല്ലാം ശേഷമാണോ പരിശുദ്ധ കുർബാനയ്ക്ക് കടന്നു വരേണ്ടത്? അല്ല. കാരണം പരിശുദ്ധ കുർബാനയിൽ നാം വചനത്തിലൂടെയും ഈശോയെ സ്വീകരിക്കണം, അപ്പത്തിന്റെ രൂപത്തിലും നാം ഈശോയെ സ്വീകരിക്കണം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും മക്കൾ നാം വചനത്തിലൂടെ ഈശോയെ സ്വീകരിക്കുന്നത്? സഭ എന്തിനു വേണ്ടിയിട്ടായിരിക്കും കുർബാനയിൽ വചനത്തിലൂടെയുള്ള ഒരു ഈശോയുടെ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്? അത് നമ്മുടെ ഹൃദയത്തെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. ഈശോയെ നമുക്ക് കുർബാനയിൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, ഈശോയെ തിരുവോസ്തി രൂപനായ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ചേർത്ത് വെക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വചനത്തിലൂടെ ഈശോയെ സ്വീകരിക്കണം. വചനത്തിലൂടെ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കണം. എൻ്റെ പ്രിയ കുഞ്ഞുമക്കളെ, പരിശുദ്ധ കുർബാനയാണ് മക്കളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒക്കെ കേന്ദ്ര ബിന്ദു. പരിശുദ്ധ കുർബാന ഒരു സെന്റർ പോയിന്റ് ആക്കിയിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കേണ്ടത്. പരിശുദ്ധ കുർബാനയായിരിക്കണം നമുക്ക് പ്രധാനപ്പെട്ടത്. പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ബാക്കി എന്ത് നമ്മുടെ ജീവിതത്തിൽ പാടുള്ളൂ. ഈ പരിശുദ്ധ കുർബാനയാണ് മക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറേണ്ടത്. മക്കൾ, അതിനുള്ള കാരണം എന്തെന്നറിയാവോ? അതിലൊന്നാമത്തെ കാരണം, ആ ബലി അർപ്പിക്കുന്നത് ഈശോ തന്നെയാണ്. ദൈവപുത്രനായ ഈശോ തന്നെയാണ് മക്കളെ ഓരോ ദിവസവും നമുക്ക് വേണ്ടി അൾത്താരയിൽ ബലി അർപ്പിക്കുന്നത്. മെത്രാനച്ചൻ വരുമ്പോൾ മാത്രമല്ല അൾത്താരയിൽ ഈശോ ഇറങ്ങി വരുന്നത്. മാർപ്പാപ്പ കുർബാന ചെല്ലുമ്പോൾ മാത്രമല്ല ഈശോ അൾത്താരയിലേക്ക് ഇറങ്ങി വരുന്നത്. ഓരോ ദിവസവും നമ്മുടെ ഇടവകപ്പള്ളിയുടെ അൾത്താരയിൽ ബലി അർപ്പിക്കപ്പെടുമ്പോൾ ആ ബലി അർപ്പകനായിട്ട് വരുന്നത് പ്രിയ കുഞ്ഞുമക്കളെ അത് ഈശോ തന്നെയാണ്. ഈശോ തന്നെയാണ് ഓരോ ദിവസവും നമുക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നത്. മക്കളെ, രണ്ടാമത്തെ കാരണം, ഈശോയുടെ രക്ഷാകര സംഭവങ്ങളാണ് പരിശുദ്ധ ബലിയിലൂടെ നാം അനുസ്മരിക്കുന്നത്. ഈശോയുടെ ജനനം മുതൽ രണ്ടാമത്തെ ആഗമനം വരെയുള്ള ഓരോ രക്ഷാകര സംഭവങ്ങളിലൂടെയാണ് നാം പരിശുദ്ധ കുർബാനയിലൂടെ കടന്നു പോകുന്നത്. ഈ രക്ഷാകര സംഭവങ്ങൾ ഓരോന്നും പരിശുദ്ധ കുർബാനയിൽ നാം അനുസ്മരിക്കുന്നുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് നാം ബലിയർപ്പണം ആരംഭിച്ചിട്ട്, നല്ല പൊന്നു തമ്പുരാനെ, നാളെ ഞാൻ ബലിയർപ്പിക്കാൻ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നാം നമ്മുടെ ബലിയർപ്പണം അവസാനിപ്പിക്കുന്നത്. മക്കളെ, ഈശോയുടെ രക്ഷാകര സംഭവത്തില് നാം പങ്കുകാരാകുന്നത് പരിശുദ്ധ ബലിയർപ്പണത്തിലൂടെ മാത്രമാണ്. അതുകൊണ്ടിട്ടാണ് മക്കളെ ഞാൻ പറഞ്ഞത്, പരിശുദ്ധ കുർബാനയായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന്. മക്കളെ, ഓരോ ദിവസം നമ്മുടെ അൾത്താരയിൽ ബലിയർപ്പിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, സ്വർഗം തന്നെ ഇറങ്ങി വരുന്നുണ്ട്. ഒരു സ്വർഗം മുഴുവനും നമ്മുടെ അൾത്താരയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് പരിശുദ്ധ കുർബാനയില്. അത് എന്തിനു വേണ്ടിയിട്ടാ മക്കളെ? അത് നമ്മെ ഓരോരുത്തരെയും ഈശോ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. മക്കളെ, കുർബാനയ്ക്ക് നാം ഒരിക്കലും മയക്കി കയറി ചെല്ലരുത്. കാരണം നമ്മുടെ ഹൃദയം അപ്പത്തിലൂടെയുള്ള ഈശോയെ, തിരുവോസ്തി രൂപനായ ഈശോയെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരുക്കണമെങ്കിൽ അത് വചനത്തിലൂടെയുള്ള ഈശോയുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഒരുക്കപ്പെടുകയുള്ളൂ. വചനം നമ്മുടെ ഹൃദയത്തിൽ ഒരുങ്ങുമ്പോൾ മാത്രമേ, വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറഞ്ഞാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിലേക്കും ആത്മാവിലേക്കും നമുക്ക് തിരുവോസ്തി രൂപനായ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് കഴിയുള്ളൂ. മക്കളെ, നമുക്കൊന്നും ഈശോയുടെ മുൻപിൽ നിൽക്കാൻ ഒരു യോഗ്യതയില്ല. ഒരുപാട് അയോഗ്യതകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? ഒത്തിരി അയോഗ്യതകളുണ്ട് മക്കളെ നമ്മുടെ ജീവിതത്തിൽ. സാരില്ല, ആ അൾത്താരയിലേക്ക് നിങ്ങൾ കയറി ചെന്നോ. നമ്മുടെ അയോഗ്യതകളെല്ലാം യോഗ്യമുള്ളതാക്കി തീർത്തവനാണ് അൾത്താരയിലുള്ളത്. ഈശോ കുരിശിൽ ബലി അർപ്പിക്കപ്പെട്ടത് അത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. തമ്പുരാന്റെ മുൻപിലേക്ക് കയറി നിൽക്കുവാനുള്ളൊരു യോഗ്യത അത് ഈശോ നമുക്ക് നേടി തന്നിട്ടുണ്ട് മക്കളെ. അതുകൊണ്ടിട്ടാണ് സാറ് നിങ്ങളോട് പറഞ്ഞത്, അതുകൊണ്ടിട്ടാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്, വചനത്തിലൂടെയും അപ്പത്തിലൂടെയും നാം ഈശോയെ സ്വീകരിക്കുകയും അനുഭവിക്കുകയും വേണമെന്ന്.
മക്കളെ, ഓരോ ദിവസവും ബലിയർപ്പണത്തില്, ഓരോ ദിവസവും നമ്മുടെ ഇടവകയുടെ അൾത്താരയില് ഈശോ നമുക്ക് വേണ്ടി വലിയൊരു വിരുന്നൊരുക്കി കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഈശോ നമുക്ക് വലിയൊരു വിരുന്നൊരുക്കി കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ആത്മാവിന് ജീവൻ നൽകുവാനായിട്ട്, നമ്മുടെ ആത്മാവിന് പുത്തൻ ഉണർവേകുവാനായിട്ട് വലിയൊരു വിരുന്നൊരുക്കി ഈശോ കാത്തിരിക്കുന്നുണ്ട്. മക്കളെ, നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലേക്ക് എടുക്കാവോ? വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കാവോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 51-ാം തിരുവചനം. സാർ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിരുന്നൊരു തിരുവചന ഭാഗമായിരുന്നു. അതൊന്ന് വായിച്ചേ. സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്നും ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. മക്കളെ, സ്വർഗത്തിൽ നിന്നും നമ്മുടെ ആത്മാവിന് ജീവൻ നൽകുവാനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്ന ജീവനുള്ള അപ്പമാണ് മക്കളെ നമ്മുടെ ഈശോ. ഓരോ ദിവസവും ഈശോ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുവാൻ കാത്തിരിക്കുമ്പോൾ നമ്മൾ ചെന്നില്ലെങ്കിൽ, നമ്മൾ ആ അൾത്താരയിലേക്ക് ചെന്നില്ലെങ്കിൽ അത് ഈശോയ്ക്ക് വിഷമാകില്ലേ മക്കളെ? ഈശോയ്ക്ക് തീർച്ചയായിട്ടും വിഷമാകും കേട്ടോ. ഈശോ കാത്തിരിക്കുന്നുണ്ട് നമ്മളെ. എൻ്റെ തുമ്മിക്കുഞ്ഞൊന്നും വന്നില്ലല്ലോ, എൻ്റെ അന്നമോളിന്ന് വന്നില്ലല്ലോ എന്നെ കാണാൻ, എന്നെ സ്വീകരിക്കുവാനായിട്ട് എൻ്റെ മരിയമോള് വന്നില്ലല്ലോ എന്നൊക്കെ ഈശോ ഒത്തിരി വിഷമിക്കും നമ്മൾ അൾത്താരയിലേക്ക് ചെന്നില്ലെങ്കിൽ, ബലിയർപ്പിക്കാൻ ചെന്നില്ലെങ്കിൽ. മക്കളെ, ഈശോ മാത്രമല്ല ആ അൾത്താരയിൽ നമ്മെ കാത്തിരിക്കുന്നത്, പരിശുദ്ധ അമ്മയും അവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ബലിയർപ്പിക്കാനായിട്ട് പള്ളിയിലേക്ക് ചെല്ലുമ്പം, അൾത്താരയുടെ അടുത്തേക്ക് ചെല്ലുമ്പം പരിശുദ്ധ അമ്മയോട് ആദ്യം പ്രാർത്ഥിക്കണം, പരിശുദ്ധ അമ്മേ, ഈ ബലിയർപ്പിക്കുവാനുള്ള യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ല, എൻ്റെ ഹൃദയത്തിന് അതിനുള്ള യോഗ്യതയൊന്നും ഇല്ലേ അമ്മേ. അമ്മേ, അമ്മ വചനമായ ഈശോയെ ഉദയത്തിൽ വഹിച്ചവളല്ലേ. അമ്മേ, എൻ്റെ അയോഗ്യതകളൊക്കെ നിന്റെ യോഗ്യതയാല് നീ തന്നെ യോഗ്യമാക്കി തീർക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് വേണം നാം പരിശുദ്ധ ബലിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുവാനും അണയുവാനും. പ്രിയമക്കളെ, തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വചനമായും അപ്പത്തിന്റെ രൂപത്തിലും നാം ഈശോയെ സ്വീകരിക്കണമെന്ന്. ഈ ചാപ്റ്ററിൽ നമ്മൾ കണ്ടത് ഈ 2 പോയിന്റുകളാണ് മക്കളെ. ഒന്ന്, നമ്മൾ കണ്ടു വചനത്തിലൂടെ നാം എപ്രകാരമാണ് ഈശോയെ സ്വീകരിക്കേണ്ടതെന്ന്. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു അപ്പത്തിലും ഈശോ ജീവിക്കുന്നുണ്ട്, അപ്പത്തിലൂടെ നാം ഈശോയെ എപ്രകാരമാണ് സ്വീകരിക്കേണ്ടതെന്ന്. മക്കളെ, നമ്മുടെ ഹൃദയത്തെ വചനത്താൽ ആദ്യം നാം നിറയ്ക്കണം. വചനത്താൽ നമ്മുടെ ഹൃദയത്തെ പ്രകാശപൂരിതമാക്കണം. വചനത്താൽ നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധമുള്ളതാക്കണം. എന്നിട്ട് വേണം നാം അപ്പത്തിലൂടെയുള്ള ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങേണ്ടത്. എന്നാൽ മാത്രമേ, വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ, വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ അപ്പത്തിലുള്ള ഈശോയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. അല്ലെങ്കിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എമാവൂസ് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ നിറയുമ്പോൾ നമുക്ക് ഈശോയെ കാണാൻ പറ്റാതെ വരും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നാം ഈശോയോട് ചോദിക്കുന്നത്, ഈശോയെ എനിക്ക് അസുഖം വന്നപ്പം, ഈശോയെ എനിക്ക് പരീക്ഷയ്ക്ക് പഠിക്കാതെ വന്നപ്പം, ഈശോയെ എനിക്ക് മാർക്ക് കുറഞ്ഞപ്പം, ഈശോയെ എൻ്റെ അമ്മച്ചിക്ക് അസുഖം വന്നപ്പോൾ, ഈശോയുടെ വീട്ടിൽ കടബാധ്യതകൾ നിറഞ്ഞപ്പോൾ നീ എവിടെയായിരുന്നു? ഇന്ന് നാം ഈശോയോട് ചോദിക്കുന്നതിനുള്ള കാരണം ഈശോയെ നമുക്ക്, അപ്പത്തിന്റെ രൂപത്തിലുള്ള ഈശോയെ നമുക്ക് കാണാനും അനുഭവിക്കാനും സാധിക്കാത്തത് കൊണ്ടാണ്. മക്കളെ, ഈശോ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. വചനത്തിന്റെ രൂപത്തിലും അപ്പത്തിന്റെ രൂപത്തിലും ഈശോ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ആ ഈശോയെ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് നാം ഒരുങ്ങാം കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും വചനം വായിക്കണം, എല്ലാ ദിവസവും വചനം വായിച്ച് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒരുക്കണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും പരിശുദ്ധ ബലിയിലും നാം പങ്കെടുക്കണം. മക്കളെ, ഒരു കാരണവശാലും കുർബാന കാണാൻ പോവുകയാണെന്ന് നിങ്ങൾ പറയരുത്. കുർബാന കാണാനല്ല നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് മക്കളെ, ബലി അർപ്പിക്കുവാനാണ്, ഈശോയെ സ്വീകരിക്കുവാനാണ് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും വചനം വായിച്ച് നമ്മുടെ ഹൃദയത്തെ ഒരുക്കി നമുക്ക് ബലി അർപ്പിക്കുവാനായിട്ട് പോകാം. ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ആരെ തിരിച്ചറിയാനും ആരെ അനുഭവിക്കുവാനും സാധിക്കും? ഈശോയെ കാണുവാനും ഈശോയെ അനുഭവിക്കുവാനും സാധിക്കും കേട്ടോ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് ഒരു കൊച്ചു ഹോംവർക്ക് ഉണ്ടേ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നമ്മുടെ പാഠഭാഗത്തെ ആദ്യത്തെ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതി അല്ലേ? ഈ ആഴ്ചയിൽ തുടർന്ന് വരുന്ന 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നിങ്ങൾ കണ്ടെത്തി എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. പഠിക്കേണ്ട തിരുവചന ഭാഗം നിങ്ങൾ മറന്നോ? ഏതായിരുന്നു അത്? വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 51-ാം തിരുവചനം കേട്ടോ. ഈ വചന ഭാഗവും നിങ്ങൾ മറക്കാതെ എല്ലാ ദിവസവും വായിക്കണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും ഒന്ന് കണ്ണുകൾ അടച്ചേ, കൈകൾ കൂപ്പിക്കേ, ഈശോയോട് പ്രാർത്ഥിച്ചേ. നല്ല ഈശോയെ, ഈ ഒരു കൊച്ചു സമയം ഞങ്ങൾക്ക് തന്ന നിന്റെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നിന്നോട് ഒത്തിരി നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകുന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, നിന്റെ നീല അങ്കിയാൽ ഞങ്ങളെ നീ പൊതിഞ്ഞു സംരക്ഷിക്കണമേ. ആമേൻ.